സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബീട്രൂട്ട് മസാല ഉണ്ടാക്കാം. അതിന് ഒരു ബീട്രൂട്ട് മുറിച്ച് കുക്കറിലേക്ക് ഇടാം. ഒരു ചെറിയ ഉരുളക്കിഴങ്ങും മുറിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാള മുറിച്ചതും 2 പച്ചമുളകും 1/2 കപ്പ് വെള്ളവും ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. 2 ആവി വരുന്നത് വരെയാണ് വേവിച്ചെടുക്കേണ്ടത്. ഇനി പാൻ വെച്ച് പാനിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് 5-8 വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചിയും കൂടി അരച്ചത് ഇതിലേക്ക് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇത് നല്ല ചുവന്ന കളറായതുകൊണ്ട് കുട്ടികൾക്കും ഇഷ്ടപ്പെടും. ഇതിലേക്ക് ഒരു സവാള മുറിച്ചത് കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലതുപോലെ വഴറ്റിയ ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. എരിവ് കൂടുതൽ ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ഒന്നുകൂടി കൂട്ടിയെടുക്കാം. വേണമെങ്കിൽ കുറച്ച് ഓയിൽ കൂടി ഒഴിച്ചു കൊടുക്കാം. ഈ മസാലപ്പൊടിയുടെ പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കണം. അത് കഴിഞ്ഞാൽ അതിലേക്ക് 1 തക്കാളി മുറിച്ചത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇടയ്ക്കിടെ തുറന്നു നോക്കി ഒന്ന് ഇളക്കി കൊടുക്കണം. രണ്ട് വയന ഇല കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ച ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഇഷ്ടപ്പെടാത്തവർക്ക് പോലും ഇഷ്ടമാകും, തീർച്ചയാണ്.
ബീട്രൂട്ട് അധിക പേർക്കും ഇഷ്ടമല്ല എന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇനി ഒന്ന് തുറന്നു നോക്കി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ബീട്രൂട്ട് ഒരു ഹെൽത്തിയായ വെജിറ്റബിൾ ആണ്. ഞങ്ങൾ ബീട്രൂട്ട് ജ്യൂസ് അടിച്ച് കുടിക്കാറുണ്ട്. ഇത് നമ്മുടെ ശരീരത്തിന് പൊട്ടറ്റോവിനേക്കാൾ ഗുണം ചെയ്യും. ഇനി ഇതിലെ വെള്ളം വറ്റി വന്നാൽ ഇതിലേക്ക് 1/2 ടീസ്പൂൺ കസ്കസും 5-8 അണ്ടിപ്പരിപ്പും കുതിർത്തിയത് ഒന്ന് അരച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ബീട്രൂട്ട് നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കൂ. നല്ല സ്വാദാണ്. അതിൻ്റെയും വെള്ളം വറ്റി വന്നാൽ ഇതിലേക്ക് 1/2 കപ്പ് കട്ടി തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെയും വെള്ളം വറ്റിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് ചപ്പാത്തിക്കും ദോശയ്ക്കും പറ്റിയ ഒരു കറിയാണ്.
നിങ്ങളും ഇത് മറക്കാതെ ഉണ്ടാക്കി നോക്കണം. ഇനി ഇതിൻ്റെ മുകളിൽ കടുക് വറുത്ത് ഇട്ട് കൊടുക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.